ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ്. വേറെ പ്രത്യേകിച്ച് ഇങ്ങോട്ടുമല്ല, നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റി മാളിലോട്ട് ഒരു ചെറിയൊരു പടം കാണാം, അത്ര തന്നെ. നമ്മുടെ പുതിയ ദിലീപിൻ്റെ പടം ഉണ്ടല്ലോ, ഭ. നമ്മൾ അടുത്തുള്ള മാളിലൊക്കെ നോക്കി, പക്ഷേ എന്തോ സീറ്റ് അങ്ങോട്ട് ഒത്തില്ല. അപ്പോൾ കിട്ടിയ സ്ഥലം ഫെസ്റ്റിവൽ സിറ്റി മാളാണ്. നേരെ നമ്മളെ ക്രീക്ക് മെട്രോ സ്റ്റേഷൻ എടുത്തു. നേരെ ഒരു ആർട്ടിയുടെ വാട്ടർ ടാക്സി ഉണ്ട്, അതായത് നമ്മളെ ബോട്ട്, അത് കയറി നേരെ അപ്പുറത്തെത്തണം. ഇതാണ് നമ്മുടെ ആർട്ടിയുടെ ഒരു ബോട്ട് ടെർമിനൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കും ക്രീക്ക് ഹാർബറിലേക്കും ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് എത്തിയിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയിൽ ഇങ്ങനെ കിടിലം. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. ഒരു നൈസ് എക്സ്പീരിയൻസ് കേട്ടോ. വെറും 2 ദിറംസ് മാത്രമേ ഉള്ളൂ ചാർജ്. അങ്ങനെ നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3:50 ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ സിനിമ തുടങ്ങാൻ വേണ്ടി. ഇനി വോക്ക് സിനിമാസ് കണ്ടുപിടിക്കണം. ഒരു ലോജിക്കൊന്നും ഇല്ലാത്ത സിനിമയായതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ പോകുന്നത്. നോക്കട്ടെ എന്തൊക്കെയാണ് അവരവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ടിട്ട് പറയാം. അങ്ങനെ ഫൈനലി ഞാൻ വോക്ക് സിനിമാസ് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മുടെ സ്ക്രീൻ 9 ആണ്. നോക്കട്ടെ. എനിക്ക് മാത്രമായിട്ട് ഇട്ട സിനിമയാണ്, ആരുമില്ല കേട്ടോ. ആരുമില്ലല്ലോ. ഇങ്ങനെ പടം കണ്ടിറങ്ങി. ഒരു ഭ്രാന്ത് പിടിച്ച പടം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ലോജിക്കില്ലാതെ എടുത്തു വെച്ചിട്ടുള്ള പടം. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാണ് സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു ലോജിക്കില്ലാത്ത പടമാണ്. ഞാൻ ആ എക്സ്പെക്ടേഷനിൽ തന്നെയാണ് സിനിമ കാണാനും പോയിട്ടുണ്ടായിരുന്നത്. ഒരാൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല. അതിന് മനസ്സിലായില്ല. ഒരു മാസ് മസാല പടം, ഫാൻസിനൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പടം, 1 ടൈം വാച്ച് മൂവി. ഓക്കെ, കൊള്ളാം. ഒരു വേറൊരു എക്സ്പീരിയൻസ്. ആ ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ ഫുഡ് കോർട്ടാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നതും ഇല്ല. അപ്പോൾ മാളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ നോക്കാം. ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും വേണ്ട ക്രിസ്മസിൻ്റെ അലങ്കാര പണികളാണ് എല്ലാ മാളിലും ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലായിടത്തും ഇനി ഫുള്ള് കളർഫുള്ളായിരിക്കും. ന്യൂ ഇയറും ക്രിസ്മസൊക്കെ വരണമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകൾ. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം. നല്ല തിരക്കുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതെല്ലാം കേട്ടോ, ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഇതൊക്കെ ആയിട്ട് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തിളങ്ങി നിൽക്കുക മറ്റേ ഫെസ്റ്റിവൽ സിറ്റി മാൾ. ഇനി കാര്യം ഐക്യയുടെ ഷോറൂമിലേക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ മറ്റേ ഇതൊക്കെ ഹോം അപ്ലയൻസും കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലുള്ളൂ. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവിടെ ഇപ്പം നല്ല തിരക്കാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇനി അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ അവിടുത്തെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇനി എന്തായാലും പുറത്തെ ഒരു വാട്ടർ വിത്ത് ലേസർ ഷോ ഉണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് നേരെ നമ്മുടെ ഇങ്ങോട്ട് വന്ന സെയിം ബോട്ട് യാത്ര എടുത്തിട്ട് നേരെ തിരിച്ച് ക്രീക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ ഔട്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. ഇവിടെയാണ് നമ്മുടെ ആ ലേസർ വിത്ത് വാട്ടർ ഫൗണ്ടൻ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എവരി ഹാഫ് ആൻ അവറിലും ഷോ നടക്കാറുണ്ട്. അവിടെ എന്തോ ഒരു മ്യൂസിക്കൽ ഷോ നടക്കുന്നുണ്ട്.
എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം 8:45 9 മണിയാകുമ്പോൾ അടുത്ത ഷോ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് വേണം നമുക്ക് അപ്പുറം അക്കരെ കടന്ന് പോവാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് RTOയുടെ ബോട്ട് സർവീസ് കിട്ടും. അവിടെ നേരെ ക്രീക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം 9 മണി വരെ ലേസർ ഷോയ്ക്ക് വേണ്ടി. അങ്ങനെ തിരിച്ചു പോകാനുള്ള ക്യൂ ആയി കാണുന്നത്. ബോട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ്. എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിലായ ഒരു 10 പേരങ്ങണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ 1 by 1 ആയിട്ട് ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു വലിയ ബോട്ടാട്ടാ, ചെറുതല്ല, വലിയ ബോട്ടാണ്. വന്നത് ചെറുതില്ലല്ലേ, എത്തിയത് ഒട്ടും അറിഞ്ഞില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നേരെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇനി നേരെ റൂമിലോട്ട്. നല്ലൊരു ബോട്ട് യാത്ര എക്സ്പീരിയൻസ് ചെയ്തു, നല്ലൊരു വാട്ടർ ഫൗണ്ടൻ ഷോയും കണ്ടു, ഒരു ലോജിക്കില്ലാത്ത സിനിമയും കണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ബാക്കി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. സബ്, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ.